ഹലോ, നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 6 സ്റ്റാഫിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാഫിംഗ് ചാപ്റ്റർ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യും, സെക്കൻഡ് നമ്മൾ ഓർഗനൈസ് ചെയ്യും, തേർഡ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ്. പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് നമുക്ക് ചെയ്യണം അത് ആര് ചെയ്യും. അത് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടീസൊക്കെ അസൈൻ ചെയ്ത് ടാസ്ക് അവിടെ അസൈൻ ചെയ്യുന്നു. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ആ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്യേണ്ട മാൻ പവർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മുടെ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് finding, selecting and developing employees to fill a company's job roles. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊടുത്ത് അവരുടെ എന്താണ് ഒരു കമ്പനിയിലെ ജോബിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ പ്ലേസ് ചെയ്യുക, റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ പ്ലേസ് ചെയ്യുക. ഇതാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടൈമിൽ റൈറ്റായിട്ട് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ റൈറ്റ് ജോബിൽ പ്ലേസ് ചെയ്യുക. ഈ സ്റ്റാഫിംഗ് നമുക്ക് എന്താണ്, നമുക്ക് വെറുതെ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് കുറച്ച് പ്രോസസ്സ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫിങ്ങിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്. ഇതിൽ നമുക്ക് രണ്ട് അനാലിസിസ് ആണ് ഉള്ളത്, വർക്ക് ലോഡ് അനാലിസിസും വർക്ക് ഫോഴ്സ് അനാലിസിസും. It involves forecasting and determining the number and kind of manpower required by the organization. This is done on the basis of workload and workforce analysis. ഇതിൽ വർക്ക് ലോഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് നീഡഡ്. നമുക്ക് എത്ര പേര് ആവശ്യമുണ്ട്, എങ്ങനത്തെ ആൾക്കാരെ ആവശ്യമുണ്ട്, എത്ര പേര് ആവശ്യമുണ്ട്, അവർ എങ്ങനത്തെ ആൾക്കാരായിരിക്കണം, എങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്, എത്ര പേര്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് നീഡഡ്, എത്ര പേര് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ആൾക്കാരെയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. വർക്ക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ, നമുക്ക് എത്ര പേര് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, എങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റിൽ പറയുന്നത് രണ്ട് അനാലിസിസ് നടത്തുന്നു. വർക്ക് ലോഡ് അനാലിസിസ് എന്നും വർക്ക് ഫോഴ്സ് അനാലിസിസ് എന്നും രണ്ട് അനാലിസിസുകൾ നടത്തുന്നു. അതിൽ വർക്ക് ലോഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പേരെ ആവശ്യമുണ്ട്, എങ്ങനെയുള്ള വ്യക്തികളെ ആവശ്യമുണ്ട്. ഇനി വർക്ക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ആൾക്കാരവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട്, ദ ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അവൈലബിൾ, എത്ര നമ്പർ അവൈലബിൾ ആയിട്ടുണ്ട്, എങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് റിക്രൂട്ട്മെൻറ്റ്. Recruitment is the process of searching for prospective employees and stimulating them to apply for jobs in the organization. ഇതെന്ന് പറയുന്നത് നമ്മൾ കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു, ആ ഓർഗനൈസേഷനിലെ ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് എന്താണ്, എത്ര പേര് ആവശ്യമുണ്ട്, എങ്ങനത്തെ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്ത് പ്രോസ്പെക്റ്റീവായിട്ടുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്ത് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തിനാണ്, ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെന്താണ് പ്രേരിപ്പിക്കുന്നു. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്റ്റേജാണ്. കാരണം എല്ലാവരും എന്താണ് ജോബ് കിട്ടും എന്നൊരു ഉറപ്പിൽ
ഇവിടെ അപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു തിങ് ആയിരിക്കും. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. സ്റ്റിമുലേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിച്ച് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തിന്? അപ്ലൈ ചെയ്യാൻ ആ ഒരു ഓർഗനൈസേഷനിലെ ജോബ്സിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് തേർഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇത് നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന വെറുതെ നമുക്ക് ആരെയും സെലക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ അവിടെയും കുറച്ച് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടെസ്റ്റ് ആയിരുന്നാലും ഇൻ്റർവ്യൂ ആയിരുന്നാലും എക്സാമിനേഷൻ ആയിരുന്നാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു വ്യക്തി അവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻ ദിസ് സ്റ്റെപ്പ് റൈറ്റ് കാൻഡിഡേറ്റ് ഈസ് ചൂസൺ ഫോർ ദ റൈറ്റ് ജോബ്. ഈ ഒരു സ്റ്റെപ്പിൽ റൈറ്റ് കാൻഡിഡേറ്റിനെ അവിടെ എന്താണ് റൈറ്റ് ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുന്നു. In an organization, this process ensures that the organization gets best among available and it enhances the self-esteem and prestige of those who are selected. ഇതെന്ന് പറയുന്നത് ഉള്ളതിൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത് സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നു. എടുത്തിട്ട് നമ്മൾ അവിടെ റൈറ്റ് ടൈമിൽ റൈറ്റ് ജോബിൽ പ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും നെഗറ്റീവ് സ്റ്റെപ്പായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ 50 പേരെ എടുത്താൽ നമ്മുടെ എല്ലാ ആ ഒരു സെലക്ഷൻ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 20 പേര് മാത്രമേ ആ ജോബിലേക്ക് പ്ലേസ് ആവുന്നുള്ളൂ. ബാക്കി 30 പേരും ഇവിടുന്ന് ഔട്ടാവുന്നു. കാരണം ബെസ്റ്റ് എമംഗ് ദം, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ഈ സെലക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. അവർ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിലും എക്സാമിനേഷനിലും ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നവരെ മാത്രമേ സെലക്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ റൈറ്റ് കാൻഡിഡേറ്റിനെ റൈറ്റ് ജോബിൽ റൈറ്റ് ടൈമിൽ പ്ലേസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റെപ്പ് അതാണ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. Placement refers to the employee occupying the post for which has been selected. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എംപ്ലോയിയെ, നമ്മൾ എല്ലാം കഴിഞ്ഞ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എംപ്ലോയി, ആ എംപ്ലോയിയെ അയാളുടെ ആ പോസ്റ്റിലേക്ക് ഒക്കുപ്പൈ ചെയ്യുക, ആ ഒരു ജോബിലേക്ക് പ്ലേസ് ചെയ്യുക. അയാളുടെ പൊസിഷൻ എന്താണോ അതിലേക്ക് ഒക്കുപ്പൈ ചെയ്യുക എന്നതാണ് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിലവിൽ അവിടെയുള്ള എംപ്ലോയീസിന് പുതുതായിട്ട് വന്ന എംപ്ലോയിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പുതുതായിട്ട് വന്ന ഒരു കാൻഡിഡേറ്റിനെ. പിന്നെ എന്താണ് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പോളിസീസ് റെഗുലേഷൻസും ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുന്നു. ഓറിയൻറ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദ സെലക്റ്റഡ് എംപ്ലോയി to other employees and familiarizing him with the policies and rules of the organization. നിലവിലുള്ള എംപ്ലോയീസിന് പുതുതായിട്ട് വന്ന എംപ്ലോയിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതുപോലെ അവിടുത്തെ പോളിസീസും റൂൾസും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആളിനെ എന്താണ് അവരുടെ പോസ്റ്റിലേക്ക് ഒക്കുപ്പൈ ചെയ്യുന്നു. അതുപോലെ തന്നെ വന്ന പുതിയ എംപ്ലോയിയെ നിലവിൽ അവിടെ ഉള്ള എംപ്ലോയീസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഓറിയൻറ്റേഷൻ. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ട്രെയിനിങ്. നമുക്ക് നിലവിലുള്ള കുറച്ച് സ്കിൽസ് ഉണ്ടാവും, അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ട്രെയിനിങ്ങിലൂടെ ആയിരിക്കും. അപ്പോൾ ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ഗ്രേഡിങ് ദ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് സോ ദാറ്റ് they can perform their jobs better. അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലെന്താണ് നോളജ് സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ആവും, നമ്മുടെ ആറ്റിറ്റ്യൂഡും അപ്ഗ്രേഡ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഫ്രഷറെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ നമ്മുടെ നോളജ് ആയിരുന്നാലും സ്കില്ലായിരുന്നാലും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നാലും അപ്ഗ്രേഡ് ചെയ്യുന്നു.
സോ ദേ ക്യാൻ പെർഫോം ദെയർ ജോബ്സ് ബെറ്റർ. നല്ല രീതിയിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡ്യൂട്ടി, അവർ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്യൂട്ടി ചെയ്യാൻ കഴിയുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയി. ആ ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാളുടെ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ഗ്രോത്ത് ആയിരുന്നാലും എല്ലാ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും ഈ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ ആ എംപ്ലോയിയെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക. 6ാമത്തെ സ്റ്റെപ്പ് പെർഫോമൻസ് അപ്രൈസൽ. It means evaluating an employee's current or past performance against the predetermined standards. In this step, the capability of the employee is judged. ഈ ഒരു സ്റ്റെപ്പിൽ ആ എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്നു. ഇവിടെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ പെർഫോമൻസ് വിലയിരുത്തുന്നു. പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ എന്താണ്, അവർക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ പ്രൊമോഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ പവർ പെർഫോമൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഡിമോഷൻസും കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ അവരുടെ ക്യാപ്പബിലിറ്റി, ആ എംപ്ലോയിയുടെ ക്യാപ്പബിലിറ്റി ഇവിടെ എന്താണ്, ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു. കാരണം അവരുടെ ഒരു പെർഫോമൻസ് ആണ് അവിടെ വിലയിരുത്തുന്നത്. അവരുടെ പെർഫോമൻസ് ആയിരിക്കും അവിടെ വിലയിരുത്തുന്നത്. അതിലൂടെ ആ ഒരു എംപ്ലോയിക്ക് എന്തുമാത്രം കഴിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്. ഈ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്ങിൽ കരിയർ പ്ലാനിങ് ഇൻക്ലൂഡ്സ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ ഓഫ് പേഴ്സണൽ ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് അപ്രൈസൽ. നമ്മൾ ഓൾറെഡി പെർഫോമൻസ് അവിടെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. സോ അതിനനുസരിച്ച് ആ വ്യക്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, അയാളുടെ പെർഫോമൻസ് നല്ല രീതിയിലാണെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് അവിടെ അവരുടെ സ്റ്റേറ്റസ് അതുപോലെ തന്നെ സാലറി ഒക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടാണ് നമുക്ക് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാലറിയിലോ ഒരു ചേഞ്ചും വരാതെ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്കോ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീമോഷൻ എന്ന് പറയുമ്പോൾ ഒരു പവർ പെർഫോമൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഡീമോഷൻസും അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്ങിൽ വരുന്നത്. 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ, റെമ്യൂണറേഷൻ. നമ്മൾ അത്രയും ദിവസം ചെയ്ത് അവിടെ ഒരു ജോലിക്ക് നമുക്ക് എന്തെങ്കിലും റിവാർഡ് അല്ലെങ്കിൽ അതിനൊരു റിട്ടേൺ കിട്ടണ്ടേ. നമുക്ക് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാലറി, വേജസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ഓൾ ഫോംസ് ഓഫ് പേ ഓർ റിവാർഡ്സ് ഗിവൻ ടു ദ എംപ്ലോയീസ്. ആ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഓൾ ഫോംസ് ഓഫ് റിവാർഡ്സും പേ ആണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പൻസേഷൻ ഡയറക്റ്റ് ഫിനാൻഷ്യൽ പേയ്മെൻ്റ് ആയിട്ടുമുണ്ട്, ഇൻഡയറക്റ്റ് പേയ്മെൻ്റ് ആയിട്ടുമുണ്ട്. ഡയറക്റ്റിൽ നോക്കുവാണെങ്കിൽ സാലറി വരുന്നുണ്ട്, വേജസ് വരുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോണസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് പേയ്മെൻറ്റിൽ വരുന്നത്. ഇൻഡയറക്റ്റിലാണെങ്കിൽ ഇൻഷുറൻസ് ആയിരുന്നാലും പ്രോവിഡൻറ്റ് ഫണ്ടൊക്കെയാണ് ഇൻഡയറക്റ്റ് പേയ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തി പ്രൊമോഷൻസ് കൊടുത്ത് ട്രാൻസ്ഫർ എല്ലാം കൊടുത്തതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് അവിടെ റെമ്യൂണറേഷൻ കിട്ടുന്നു. അവർ ചെയ്ത ജോലിക്ക് ഒരു റിവാർഡ് അല്ലെങ്കിൽ അവിടെ ഒരു ബോണസ് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നു. അപ്പോൾ അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം. ഡയറക്റ്റിൽ സാലറി വരുന്നുണ്ട്, വേജസ് വരുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്, ബോണസ് വരുന്നുണ്ട്. ഇൻഡയറക്റ്റിലാണെങ്കിൽ ഇൻഷുറൻസ് വരുന്നുണ്ട്, അതുപോലെ പ്രോവിഡൻറ്റ് ഫണ്ട്. ഇതൊക്കെയാണ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ എങ്ങനെ ഒരു എംപ്ലോയിയെ ഒക്കുപ്പൈ ചെയ്യും, ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഒക്കുപ്പൈ ചെയ്യും, അപ്പം അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിച്ചത്. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട.
ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.